ഹലോ ഫ്രണ്ട്സ്, ഒക്ടോബറൊക്കെ ആവാറായില്ലേ? അപ്പം നമുക്ക് ജേണൽ സെറ്റപ്പ് ചെയ്യാം. അതിനുവേണ്ടി കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പം ഞാനിപ്പോൾ പോകുന്നത് മൈക്കിൾസിലോട്ടാണ്. യൂഷ്വലി ഞാൻ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറെങ്കിലും ഇവിടെ ഐറ്റംസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. എനിക്കിപ്പം ജേണൽ സെറ്റപ്പ് ചെയ്യാൻ ഇത്ര റേറ്റിൻ്റെ ആവശ്യം ഇല്ല. ഇത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും അത്യാവശ്യം റേറ്റിൽ നമുക്ക് $1 കിട്ടും. അവിടേക്ക് പോവാം. അതിനു മുന്നേ എനിക്ക് ഇവിടുന്ന് 2 സാധനങ്ങൾ എടുക്കാനുണ്ട്. ഒന്ന് വാഷി ടേപ്പും പിന്നെ സ്റ്റിക്കേഴ്സും. ഞാൻ അതിനു വേണ്ടിയാണ് വന്നതെങ്കിലും ഇവിടെയൊക്കെ കറങ്ങി തിരിയുന്നത് വെറുതെ ഒന്ന് ബ്രൗസ് ചെയ്യാനാണ്. കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആളിപ്പം ഞാൻ ഈ ഏരിയയിലൊന്നും കാണുന്നില്ല. ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം. എവിടെയോ മുങ്ങി നടപ്പാണ്. ഇതാണ് എനിക്ക് വേണ്ട സാധനം. പക്ഷേ ഇച്ചിരി റേറ്റാണ്. കിട്ടിപ്പോയി. ക്ലിയറൻസിൽ എനിക്ക് വേണ്ട സാധനമുണ്ട്. ഇതും കിട്ടി, എൻ്റെ സ്റ്റിക്കറും കിട്ടി. ഇനി എന്താ? മൈക്കിൾസ് ലിറ്ററലി ഒരു സ്പോക്കി ലാൻഡായി മാറിയിട്ടുണ്ട്. ഈ ഐറ്റംസൊക്കെ എടുത്ത് എനിക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ട. ആക്ച്വലി ഞാൻ സെർച്ച് ചെയ്ത് വന്നത് കാലിഗ്രഫി പെൻസാണ്. പക്ഷേ ഈ സ്പോക്കി ഐറ്റംസ് എൻ്റെ അറ്റൻഷൻ ഹൈജാക്ക് ചെയ്തിരിക്കുക. പെന്ന് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ സ്കെലിറ്റനും പംകിൻസിനും ഒപ്പം വൈബ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും ഈ വക ഐറ്റംസിനോടൊരു എനിക്കൊരു ഒബ്സഷൻ ഇച്ചിരി കൂടുതലാണ്. 2021 ഞാൻ എൻ്റെ ആദ്യത്തെ ജേർണൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നോർമലി ഡയറി എഴുതാറുണ്ട്, പക്ഷെ അതൊരു ഭയങ്കര ബോറിങ് വേർഷനായിരുന്നു. സോ എനിക്കൊരു ക്യൂട്ടർ പ്രിറ്റിയർ വേർഷൻ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജേർണലിങ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഞാൻ സ്റ്റേഷനറി, സ്റ്റിക്കേഴ്സ്, വാഷി ടേപ്സ് ഇതൊക്കെ കൊണ്ടൊരു അഡ്വഞ്ചർ തന്നെയായിരുന്നു. ജേർണലിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനാണ് ഞാൻ കാലിഗ്രഫി ലെറ്റേഴ്സ് പഠിച്ചത്. ക്ലാസ്സിലൂടെ കോഴ്സിങ് അങ്ങനെയൊന്നുമല്ല, സ്വന്തമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തെടുത്തതാണ്. അത് കാണാനുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇപ്പം ഞാൻ കോൺഫിഡൻ്റ് ആണ് എനിക്ക് എഴുതാനൊക്കെ. ഫസ്റ്റ് ട്രയൽ ലെറ്റേഴ്സൊക്കെ ഹൊറർ മൂവി ടൈറ്റിൽ പോലെയായിരുന്നു, പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. നൗ ഇറ്റ്സ് ലുക്ക് പ്രിറ്റി ഡീസൻറ്റ്. ജേർണൽ ചെയ്യാൻ ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമുണ്ടെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, പക്ഷേ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ പഠിച്ചെന്നേ ഉള്ളൂ. ഇതാർക്കും സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര രസമാട്ടോ ഇത് കാണാൻ. നമ്മൾ പഴയതൊക്കെ അതിൽ ഫോട്ടോസൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം നമ്മളത് ഓരോ പേജ് മറിച്ചിടുമ്പോഴും ആ ഒരു വർഷത്തെ ഓർമ്മകളാണ് നമ്മളെ മൈൻഡിലോട്ട് വരുന്നത്. സോ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ കാണുന്ന ഓരോ പെന്നും ഇപ്പം മേടിച്ച് കൊണ്ടുപോകണം എന്നൊക്കെയാണ് എൻ്റെ മൈൻഡിൽ. പക്ഷേ ആവശ്യത്തിനുള്ളതൊക്കെ ഇപ്പം എൻ്റെ കയ്യിലുണ്ടാകും. അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇതിലോട്ടൊന്ന് ഇറങ്ങാൻ. നേരത്തെ കാണാതായതിനെ ഇപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നോക്കിയിരുന്ന ടൈം പോണത് അറിയേയില്ല. പക്ഷെ എനിക്ക് ഇനിയും കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഇവിടെ നിന്നല്ല, ഡോളറമ്മയിലോട്ട് പോകണം. ഞാൻ ഡോളറമ്മയിലോട്ട് എത്തി. ഇവിടെയും സെയിം വൈബാണ് കേട്ടോ. എനിക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ കൺഫ്യൂഷനാണ് ഏതെടുക്കും. അവസാനം ഞാനിത് പൊട്ട സ്റ്റിക്കറും എടുത്തിട്ടാണ് വന്നത്. സ്പൈഡർ. ഇനി ഇതിൽ നിന്ന് എന്തെടുക്കും? ഇതെടുത്തു. ഇത് നല്ല ഭംഗിയുണ്ട്. ഈ പ്രാവശ്യത്തെ എൻ്റെ ജേർണൽ ഒരു ഹാലോവീൻ തീം ആയത് കൊണ്ട് എനിക്ക് സാധനങ്ങൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. എല്ലാം അവൈലബിൾ ആണല്ലോ. അപ്പം അതെങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാമെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കണത്. ഞാനിതിനു മുന്നേ ഹാലോവീൻ തീമിൽ തന്നെ ഒക്ടോബറിൻ്റെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വേറെ ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ ഈ സ്റ്റോറിൽ വന്ന് ഈ വക ഐറ്റംസൊക്കെ കണ്ടപ്പം ഹാലോവീൻ തന്നെ മതി എന്നാണ്. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയാസ് കൊണ്ടുവരാം. ഇനിയിപ്പം ഇത് കൊള്ളാലേ. ലബുബോട് ഒരു ചേച്ചി വൈബൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത് കൂടെ എടുത്തു. കുഴപ്പമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ജേർണൽ സെറ്റപ്പ് ചെയ്യുന്നൊരു വീഡിയോ ഇടാം. അപ്പോൾ ബൈ.